ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. യു എസ് മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. നസ്ഡാക്ക് 232 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 49 പോയിൻറ്റും S&P 43 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ചൊന്ന് മടിച്ച് നിൽക്കുകയാണ്, 26 പോയിൻറ്റ് പോസിറ്റീവാണ്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഇന്നത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും മെനഞ്ഞാന്നും വന്നിരിക്കുന്ന രണ്ട് ക്യാൻഡിലും എന്ന് പറയുന്നത് സ്ട്രോങ് സെല്ലിംഗ് പ്രഷറുള്ള ക്യാൻഡിലാണ്. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിലാണ്. രണ്ട് ക്യാൻഡിലും എന്ന് പറയുന്നത് ബെയറിഷ് ക്യാൻഡിലുകളാണ്. നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ പോയിട്ട് വിക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഫസ്റ്റ് സെഷൻ മുകളിൽ പോയിട്ട് 2 ദിവസവും രണ്ടാമത്തെ സെഷൻ താഴോട്ടാണ്. നല്ല സെല്ലിംഗ് പ്രഷറുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റ് നിൽക്കുന്നത് ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിൽ 0.618 ആ ഏരിയയിലാണ് റിജക്ഷൻ വരുന്നത്. ഇപ്പോൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ താഴത്തെ നമുക്കുള്ള അടുത്തൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്. 24,900 മുതൽ 24,286 വരെ വരുന്ന ഈ ഒരു ഏരിയ. മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഈ ഒരു റേഞ്ച് വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ ക്യാൻഡിൽ വെച്ചിട്ട്. പക്ഷേ മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ കൂടെയാണ്. അപ്പോൾ ഈ ഒരു 25,000 ഒരു റേഞ്ച് 25,000 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ലോവർ ടൈം ഫ്രെയിമിൽ ഇന്നലത്തെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 25,140 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റായിരുന്നു 25,170. അത് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 25,240 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മുകളിലോട്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും രണ്ടാമത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ ഒരു ബെയറിഷ് സിഗ്നൽ തന്നിട്ട് താഴോട്ട് വന്നു. ഇവിടെ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് മുകളിലോട്ട് എടുത്തിട്ടുള്ളവർക്ക് മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ ഇൻട്രാഡേ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസിൽ നിന്നാണ് താഴോട്ട് വന്നത്. പക്ഷേ ഈ ചാർട്ടിൻ്റെ റെസിസ്റ്റൻസ് വെച്ചിട്ട് 15 മിനിറ്റിൽ 25,170 മുകളിൽ മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റിൽ വന്ന ക്യാൻഡിൽ തന്നെ നല്ല സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു. 15 മിനിറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയെങ്കിലും താഴോട്ട് വന്നിട്ടില്ല. മാർക്കറ്റിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടൊരു ബെയറിഷ് മൂവ്മെൻറ്റിനുള്ള സിഗ്നലാണ്. ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ലോവർ ലോ വന്നിട്ട് ഇന്നലെ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ലോവർ ലോ വന്നു. അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ലോവർ ഹൈ ആണ്. അപ്പോൾ അടുത്ത് ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡ് മാറത്തുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതും ഒരു ഡബിൾ ബോട്ടം എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യണം. എന്നാലേ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒന്നുകിൽ കണ്ടിന്യൂ ആകത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ട് റിവേഴ്സ് ആകത്തുള്ളൂ. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മുകളിൽ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ല താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അടുത്തൊരു ചെറിയൊരു ഹൈക്ക് വേണ്ടിയിട്ട് മുകളിലോട്ട് വരും. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈക്ക് താഴെ പുതിയ ഹൈ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റിസ്ക് എടുത്തുകൊണ്ട് ഇൻട്രാഡേ ലെവൽ വെച്ചിട്ട് താഴോട്ട് എൻട്രി നോക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇവിടെ എവിടെയെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഇൻട്രാഡേ ലെവലിൽ ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് എൻട്രി എടുക്കാം. താഴോട്ടൊരു പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു
25,026. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് എടുത്തിട്ട് പിന്നെ അത് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് പോയതാണ്. തിരിച്ച് ഇവിടെ നിന്ന് താഴോട്ട് വന്ന് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി. ഇവിടെ തന്നെയാണ് ഇന്നലെ 2 പ്രാവശ്യവും ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,023 അല്ലെങ്കിൽ 25,000 സ്ട്രോങ് 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഏകദേശം 24,845 വരേക്ക് മാർക്കറ്റ് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഒറ്റയടിക്ക് പോകത്തില്ല, ഇടയ്ക്ക് ഇൻട്രാഡേ ലെവൽസ് നോക്കുക. എങ്കിലും ലോങ് ടാർഗറ്റ് എന്ന് പറയുന്നത് 24,845 ലെവലാണ്. നമ്മൾ നേരത്തെ ഫിബ് വെച്ച് വരച്ചിട്ടുള്ള ഈ ഒരു ലെവൽ 24,823 ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട്. 25,000 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് തന്നെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. 24, ഞാൻ ഈ ലെവൽ ഇച്ചിരി കൂടി ഒന്ന് സേഫായിട്ടുള്ളിടത്ത് വയ്ക്കാം. 24,980. കാരണം എന്ന് പറയുന്നത് 25,000 സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും 25,000 അല്ലെങ്കിൽ ഏതൊരു ഫിഗറിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് സപ്പോർട്ടോ റെസിസ്റ്റൻസോ വന്നാലും കറക്റ്റായിട്ട് ആ ഫിഗറിൽ തന്നെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആക്ട് ചെയ്യണമെന്നില്ല. ഒരു 10 പോയിൻറ്റ് പ്ലസ് ഓർ മൈനസ്. അതുകൊണ്ടാണ് 25,000 താഴെ 24,980 വയ്ക്കുന്നത്. അതായത് 25,000 താഴോട്ട് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് തന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറിപ്പോവും. അപ്പം ഈ ഒരു സപ്പോർട്ട് 24,983 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 24,900. 24,900. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് 24,900. രണ്ടാമത്തെ ടാർഗറ്റ് വരുന്നത് 24,845. ഈ 24,980-83 റേഞ്ച് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു റേഞ്ച് വരയ്ക്കും ഇന്നല്ലെങ്കിൽ നാളെ വരും ദിവസങ്ങളിൽ ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 24, 25. 20,113 മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. 25,113 മുകളിൽ ഈ ഒരു റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലോയ്ക്ക് താഴെ മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലാണ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ താഴോട്ട് വരും. അല്ല, മുകളിലോട്ട് ഈ ലോയ്ക്ക് അടുത്ത് മാർക്കറ്റ് 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ 25,113 റേഞ്ചിന് മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,113, 185 ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമത്തെ ടാർഗറ്റ് ഇത് തന്നെയാണ് 240. ഇതിനിടയ്ക്ക് മാർക്കറ്റ് നോൺ ട്രേഡിംഗ് സോണാണ് ഈ ഒരു ഏരിയ. ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് അവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെയും FISും DISും സ്റ്റോക്ക് ബൈയിങ് ആയിരുന്നു. ചെറിയ ക്വാണ്ടിറ്റി 81 കോടിക്കാണ് FIS നെറ്റ് ബൈയിങ് നടത്തിയിരിക്കുന്നത്. DIS 330 കോടിക്ക് നെറ്റ് ബൈയിങ് ആണ്. രണ്ടും സ്റ്റോക്ക് ബൈയിങ് ആണ് വന്നിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS സെല്ലിങ് തന്നെയാണ്. സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 2.84 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 43,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും സെല്ലിംഗ് ആണ്. രണ്ടും മാർക്കറ്റ് വ്യൂ നെഗറ്റീവാണ്. പ്രോ 1.1 ലാക്ക് ക്വാണ്ടിറ്റി
പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 63,000 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് സാധ്യത കൂടുതൽ. ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന ലെവലിൽ ഒരു കൺസോൾട്ടേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസോൾട്ടേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുള്ള സംശയമാണ് ഈ ആർച്ച് വരച്ചിരിക്കുന്നതിനെ കുറിച്ച്. നമ്മളിന്ന് ലൈവ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു 25,135 CPRൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ആർച്ച് വരച്ചത്. ഈ ആർച്ച് എന്നല്ല പറയേണ്ടത്, ഇതൊരു ബെൻഡാണ്. നമ്മൾ പ്രൈസ് ആക്ഷൻ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസിൽ ട്രെൻഡിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ അവിടെ ഒരു ബെൻഡ് ഉണ്ടാകും. പിന്നെ ഫൈൻ ട്യൂണിങ്, ഹയർ ടൈം ഫ്രെയിം, മീഡിയം ടൈം, ഇൻ്റർമീഡിയറ്റ് ടൈം ഫ്രെയിം, പിന്നെ ലോവർ ടൈം ഫ്രെയിം. ഈ ടൈം ഫ്രെയിമുകളിലെല്ലാം നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് 1 മിനിറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്നലത്തെ പ്രീ മാർക്കറ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, അടുത്ത് വന്നിട്ട് ചെറിയൊരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ വന്നിരിക്കുന്നത് ലോവർ ലോ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് ഹയർ ലോ അല്ല, ലോവർ ഹൈ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ താഴെയും ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് അടുത്ത് താഴോട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രാഡേക്ക് 5 മിനിറ്റാണ് ഹയർ ടൈം ഫ്രെയിം എടുക്കുന്നത്, 1 മിനിറ്റ് ലോവർ ടൈം ഫ്രെയിം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് വരുന്നതെന്ന് പറയുന്നത്, അടുത്ത് വീണ്ടും ഇതിൻ്റെ താഴെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ലോവർ ലോയും ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും അടുത്ത് ഈ ഒരു ലെവല് തന്നിട്ടുണ്ടായിരുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ അടുത്ത റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ഒരു ബ്ലൂ ലൈൻ, ഇത് ഫിബ് വെച്ച് വരച്ചിട്ടുള്ള ലെവലാണ്. മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് താഴോട്ടൊരു റിവേഴ്സൽ വന്നു. അപ്പോൾ ഈ ബെൻഡ് വരച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പ്യുവർ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് വരച്ചിരിക്കുന്നതാണ് മാർക്കറ്റ് ട്രെൻഡ്. ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ബെൻഡ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? മാർക്കറ്റ് ഇവിടെ നിന്ന് അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പം ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ, അടുത്ത് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം, ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് താഴെ ലോ ക്രിയേറ്റ് ചെയ്യാണ്ട് ഇവിടെ നിന്ന് അടുത്ത ലോ വരുന്നത് ഇതിൻ്റെ മുകളിലാണ് അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ബെൻഡ് വീണ്ടും എന്ത് ചെയ്യും? തിരിഞ്ഞു പോകും. ഇവിടെ ഇങ്ങനെ ഒരു ബെൻഡ് വരും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അതല്ല, ഇവിടെ നിന്ന് മുകളിലൊരു ഹയർ ഹൈ വരാണ്ട് ഇവിടെ നിന്ന് ലോവർ ഹൈ ആണ് വന്നിട്ട് താഴോട്ട് വീണ്ടും ലോവർ ലോ വരുന്നതെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും താഴോട്ട്. അല്ല, ഇവിടെ നിന്ന് ഒരു ബെൻഡിൻ്റെ ഷേപ്പിലാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ വരച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് ലൈനുകൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ബ്ലാക്ക് ലൈൻ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. പലർക്കും ഉള്ള സംശയമാണ്, ഇത് തലേന്ന് വരയ്ക്കുന്നില്ലല്ലോ. ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വരയ്ക്കുന്ന വരയാണ്. മിക്കപ്പോഴും ആ വരകൾ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ മറ്റുള്ള ഇത് ഇന്നലെ തന്നെ താഴോട്ടുള്ള സപ്പോർട്ട് 24,990, 24,972 ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറിയത് ഈ ഒരു ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിയത്. അപ്പം ഈ ലെവൽസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചാർട്ടിൽ തലേന്ന് വരയ്ക്കാറില്ല പ്രീ മാർക്കറ്റിൽ. ഇന്ന് ചെറിയൊരു വൈഡ് CPR ആണ്. വൈഡ് എന്ന് പറയാൻ പറ്റില്ല, നേരെ തന്നെയാണ്. ഒരു 30 പോയിൻറ്റിൻ്റെ കണ്ട 30-40 പോയിൻറ്റിൻ്റെ CPR ആണ് വരുന്നത്. മാർക്കറ്റ് ഇന്ന് ചിലപ്പോൾ, എൻ്റെ ഒരു വ്യൂ ആണ് പറയുന്നത്, ചിലപ്പോൾ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്, ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ടോ, ഞാൻ മുകളിലോട്ട് വേറെ ലൈൻസ് വരച്ചിട്ടില്ല. മുകളിലോട്ടുള്ള മാക്സിമം ലെവൽ എന്ന് പറയുന്നത് 25,082, 25,100. ഇതിൻ്റെ താഴെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ
ഇതുവരെ വരച്ചിട്ടുള്ളത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഒരു ലോവർ ലോയിലോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. 24,995, 24,972 താഴത്തെ ലെവൽ. ഇതിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ഓപ്ഷൻ ബൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. താഴോട്ട് ഒരു ലെവലൂടെ ഉണ്ട്, 24,914, 24,889. ഇതിൻ്റെ താഴോട്ടും വേറെ ലെവൽസ് ഇല്ല. ഈ 3 ലെവൽസേ ഉള്ളൂ. അഥവാ ഈ മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് 25,82, 25,100 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പുതിയ ലെവൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്